അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആൻ മേരി ഷിമ്മലിന്റെ ആൻഡ് മുഹമ്മദ് അലി ഹിസ് മെസ്സഞ്ചർ, മുഹമ്മദ് അവന്റെ തിരുദൂതർ എന്ന് പറയുന്ന പുസ്തകത്തെ, ഇതൊരു പുസ്തകം എന്ന് വിളിക്കാൻ പറ്റുന്ന അറിയില്ല, ഒരു ബൃഹത് ഗ്രന്ഥം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. അതൊരു ബന്ധപ്പെട്ട ചർച്ചകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ബുക്ക് പ്ലസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എ പി കുഞ്ഞാമു സാഹിബ് ആൻ മേരി ഷിമ്മലിന്റെ ഈ ഒരു മാസ്റ്റർ പീസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ മനോഹരമായ ഭാഷയിൽ മലയാളികൾക്ക് വായിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അത് പുറത്തിറക്കിയിരിക്കുകയാണ്. ബുക്ക് പ്ലസിന്റെ ഉദ്യമത്തിന് പ്രാഥമികമായി ഞാനൊരു വലിയ ആശംസയും അഭിനന്ദനവും അറിയിക്കുന്നു. കാരണം ഈ പുസ്തകം, ഈ ഗ്രന്ഥം ഇതിനു മുൻപ് ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ വായിച്ചിട്ടുണ്ട്. അന്ന് വായിച്ചിട്ടുള്ള അതേ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ പറയുന്ന എല്ലാ ആശയങ്ങളും, അല്ലെങ്കിൽ അന്ന് വായിക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, സാധാരണഗതിയിൽ നമ്മൾ പുസ്തകത്തെ ആസ്വദിക്കുകയാണല്ലോ ചെയ്യുക. ആ ആസ്വാദനം യഥാർത്ഥത്തിൽ ചോർന്നു പോകാതെ മലയാളത്തിൽ കിട്ടുന്ന രീതിയിലാണ് ഈ പുസ്തകം എ പി കുഞ്ഞാമു സാഹിബ് തയ്യാറാക്കിയിട്ടുള്ളത്. പുസ്തകം വായിക്കപ്പെടേണ്ട പുസ്തകം തന്നെയാണ്, വായനക്കാരുണ്ടാവുമെന്ന് ഉറപ്പാണ്. അതിനുവേണ്ടി ആശംസിക്കുന്നു. വലിയ എന്താ പറയാ, ഒരു ഔപചാരികത ഒന്നുമില്ലാതെ നമ്മളിപ്പോ 5 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇന്ന് 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 5 ചാപ്റ്റേഴ്സിലും കേട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിന്റെ ഒരു കൗതുകം, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ, ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ആളുകൾ അദ്ദേഹത്തെ നബി തങ്ങളെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ, പ്രവാചകരുടെ ചരിത്രങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൽ വരുന്നത്. ഇനി അങ്ങോട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന അതിന്റെ ഒരു ഇന്നർ ഒരു കോർ, അതിന്റെ ഒരു ആന്തരിക തലത്തിലേക്ക് പുസ്തകം കയറാണ്. അത് കയറുന്നതിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ശരിക്കും ഈ 6ാമത്തെ ചാപ്റ്റർ പ്രവാചക നാമങ്ങൾ എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളിൽ കയറാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രൂപത്തിലാണ് ഈ ചാപ്റ്ററിനെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും പറയാനുള്ള സംഗതിയാണല്ലോ ഈ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളത്. പേരെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണോ, അല്ലേ ആ ഒരു കുട്ടിക്ക് പേരിടുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നോക്കാറുണ്ട്. എത്ര പറഞ്ഞാലും ഒരു പുതിയ കുട്ടി ജനിച്ചാൽ നമ്മളിപ്പോഴും പേരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ആലോചിക്കാറുണ്ട്, അലയാറുണ്ട്, അർത്ഥം നോക്കാറുണ്ട്, വെറൈറ്റി നോക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യലുണ്ട്. പേരെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇസ്ലാമിക വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കൾച്ചറിൽ പേരിന് വലിയ ഒരു സ്ഥാനമുണ്ട്. പേരുമ്മൽ ബർക്കത്ത് ഉണ്ട് എന്നൊരു വിശ്വാസം കൂടെ നമുക്ക് കാണാൻ പറ്റും. പേരിൽ ബർക്കത്ത് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ലോകത്ത് ഒരുപാട് മേരിമാരുണ്ട്, ലോകത്ത് ഒരുപാട് ജോൺമാരുണ്ട്, ലോകത്ത് ഒരുപാട് മുഹമ്മദ്മാരുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു പേര് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് കിട്ടിയ ആളുടെ ഒരു പേര്. ഇപ്പൊ നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഫുട്ബോൾ സമയത്തൊക്കെ, വേൾഡ് കപ്പിനൊക്കെ നമ്മൾ മെസ്സിന്റെയും നെയ്മറിന്റെയും ഒക്കെ പേരുള്ള ജേഴ്സി ഇടാറുണ്ടല്ലോ. മീൻസ് അവരുടെ പേര് നമ്മളിലേക്ക് ഇങ്ങനെ താതാത്മ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് അതിനൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ രീതിയിലൊക്കെ പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരാൾക്ക് ഒരു വലിയ അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ വലിയൊരു സ്ഥാനമൊക്കെ ഉള്ള ഒരാളുടെ ഒരു പേര് നമ്മൾ വേറൊരാൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പേരിന്റെ യഥാർത്ഥ ഉടമയുടെ സ്വഭാവങ്ങളും മറ്റുമൊക്കെ പേരിടപ്പെട്ട ആളിലേക്കും കൂടെ വളരെ യാദൃശ്ചികമായിട്ട് വരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസവും ഒരു ചിന്തയും കൾച്ചറൊക്കെ സ്വാഭാവികമായിട്ട് ഇസ്ലാമിൽ മാത്രമല്ല എല്ലാ ലോകങ്ങളിലെ ആൾക്കാരുടെ ഇടയിലും ഉണ്ട്. ഇനി പേരിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നമ്മള് സൂറത്തുൽ ബഖറയിൽ കാണാൻ പറ്റും, അല്ലമ ആദമൽ അസ്മാ കുല്ലഹ. ആദം നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി ഉണ്ടാക്കിയതിനു ശേഷം ഏറ്റവും ഫസ്റ്റ് ചെയ്തു കൊടുത്തത് ആദം നബിക്ക് എല്ലാ സാധനങ്ങളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിന്റെ മീനിങ് ഇപ്പോ ആദം നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി വാങ്ങി കൊടുക്കുന്നതല്ലോ, അല്ലെങ്കിൽ ഒരു ശബ്ദധാരാവലി വാങ്ങി കൊടുത്തു പഠിപ്പിച്ചു, പേര് പഠിപ്പിച്ചു എന്നുള്ളതല്ല. പേര് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാല് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരു സാധനത്തിന്റെ പേര് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആ സാധനത്തിന്റെ മുഴുവനായിട്ട് ഓർമ്മ വരും, അല്ലേ? നമ്മളൊരു പേര് കേൾക്കുമ്പോൾ നമുക്ക് ആ പേരുമായിട്ട് ബന്ധപ്പെട്ട ആ സാധനത്തെ മുഴുവനായിട്ട് നമ്മൾക്ക് ഓർമ്മ വരുന്നുണ്ട്. വേറെ കുറച്ചും കൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ്.
അപ്പൊ പേരിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞ പേരിന് ബർക്കത്തുണ്ടെന്നൊരു ഘടകം പറഞ്ഞു. ആദം നബി അലൈഹി ഇസ്ലാമിന് പേര് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിക്ഷണറി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല, ആ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് പേരെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രഹസ്യമാണ്. അത് സൂഫി ദർശനങ്ങളുടെയും മറ്റുമൊക്കെ ഒരു കണ്ണിലൂടെ കാണുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോ നമ്മുടെ നിലവിലെ കണ്ടംപററി തിങ്സിലൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രണയിക്കുന്ന ആളുടെ പേരെപ്പോഴും ഒരാൾ രഹസ്യമാക്കിയാണ് വെക്കുക. എപ്പോഴും സാധാരണഗതിയിൽ അത് പരസ്യമാക്കാറില്ല പൊതുവെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ പേര് പരസ്യമായി കഴിഞ്ഞാൽ അയാളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അയാളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് പരസ്യം എന്നുള്ളതാണ്. അപ്പോ ഒരു പ്രണയത്തിന്റെ രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ എപ്പോഴും പേരിനെ എങ്ങനെ എന്ത് ചെയ്യും, പേരിനെ എടുത്തെടുത്ത് വെക്കും, ഐ മീൻ സൂക്ഷിച്ചു വെക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ അള്ളാഹു ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്, പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രണയഭാചനമായ നബി തങ്ങളെ ആളുകൾ അറിയണം, അല്ലെങ്കിൽ അതൊരു രഹസ്യമല്ല, ഒരു പരസ്യം കിടക്കട്ടെ എന്നുള്ള രൂപത്തിൽ പേരുകൾ എപ്പോഴും ഒരാളുടെ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്നു പറയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ പറയണത്. പിന്നെ ഈ പേരിനെ നമുക്കിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ പേരിലേക്ക് തന്നെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേരിന്റെ ഒരു എന്താ പറയാ റൂട്ടും കാര്യങ്ങളും എന്താണ് പേരിന്റെ മഹത്വം നോക്കി ഇനി ഒരുപാട് പറയാനുണ്ടാവും. ഞാനിങ്ങനെ ഒരു പ്രിസൈസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവസാനം ചോദിക്കും ചെയ്യാം. നബി തങ്ങളുടെ പേരിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നുള്ളതാണ് നബി തങ്ങളുടെ പേര്. ഈ മുഹമ്മദ് എന്നുള്ള പേര് അതിന്റെ ഒരു അർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് എന്നുള്ള പേരിന്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ വളരെയധികം സ്തുതിക്കപ്പെടുന്നവൻ എന്നുള്ളതാണ്. അറബി ഭാഷയിൽ ഹമദ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഹമദ എന്ന് പറഞ്ഞ വാക്ക് സ്തുതിച്ചു എന്നുള്ള വാക്കാണ്. ആ വാക്കിന്റെ ഒരു പസീവ് വോയിസ്, ഒരു കർമ്മിണി പ്രയോഗത്തിലുള്ള ഒരു പിന്നെന്താ പറയാ ഒരു കർത്താവിന്റെ രൂപമാണ് മുഹമ്മദ്. വ്യാകരണ പ്രകാരം പറയുമ്പോൾ അങ്ങനെയാണ് മുഹമ്മദ് എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദ് എന്നുള്ള പേര് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ ഇതിന്റെ ആമുഖമായിട്ടൊരു കാര്യം പറയുന്നത്, എന്തിനാണ് ഒരാളുടെ പേരിനെ കുറിച്ചൊക്കെ ഇത്രയും കൂടുതൽ വാചാലമാവാനും അല്ലെങ്കിൽ ഒരു പേരിന്റെ രീതിയെ കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളിൽ വളരെ എന്താ പറയാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ വിചിത്രമായിട്ട് തോന്നുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്തിനാണ് ഒരു പേരിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് പോകുന്നത്, എന്തിനാണ് ഒരു പേരിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ബേസ് എന്ന് പറഞ്ഞാല് സ്നേഹം എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരാളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഒരാളെ നമുക്ക് പിന്നെ തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ പേര് പോലും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരാളെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ, അനക്കങ്ങൾ, അടക്കങ്ങൾ, പേരുകൾ, സ്വഭാവങ്ങൾ, പേരിന്റെ ഉള്ളിലുള്ള അറിവുകൾ, അർത്ഥങ്ങൾ, അങ്ങനെ 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 തേടിപ്പോയി ഇഷ്ടത്തിന്റെ ആഴം എത്രത്തോളം കൂടുന്നുണ്ടോ അത്രയും അനുസരിച്ച് നമ്മൾ ഒരാളെ കുറിച്ച് ചിലപ്പോൾ അദ്ദേഹം നടന്നിട്ടുള്ള ആ ഭൂമിയിലെ മണൽത്തരിനെ കുറിച്ച് വരെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോ ഞാൻ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് എന്നുള്ള പേര്, ആ പേരിൽ 4 അക്ഷരങ്ങളാണ് അല്ലെ മുഹമ്മദ്. ആ പേരിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഹമദ എന്നാണ് ഞാൻ പറഞ്ഞു. ഈ ഹമദ എന്നുള്ള വാക്ക് നിന്നാണ് നമ്മൾ ഹംദ്, സ്തുതി ഉണ്ടാവുന്നത്. ഈ ഹംദ് എന്നുള്ള വാക്ക് പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ഫാത്തിഹ സൂറത്തിലാണ്. ഫാത്തിഹ സൂറത്തിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്താണ്, അത് ഫാത്തിഹയുടെ ആയത്താണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. അതൊരു ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി കണക്കാക്കിയാൽ കുറച്ചുകൂടെ ഒരു ടെക്നിക്കൽ സ്റ്റാർട്ടിംഗ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മൾ ഒരു ബേസ് സ്റ്റാർട്ടിംഗ് എന്നൊക്കെ കൂട്ടും. ചില മദ്ഹബിലൊക്കെ അഭിപ്രായം ഉള്ളത് അൽഹംദുലില്ലാഹ് സ്റ്റാർട്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദു എന്നാണ് കലാമിന്റെ, അള്ളാഹുവിന്റെ കലാമിന്റെ ഖുർആനിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അൽഹംദ്. ആൻമരി ഷിമ്മലിന്റെ അഭിപ്രായം എങ്ങനെയാണ്, അൽഹംദാണ് സ്റ്റാർട്ട് എന്നുള്ളതാണ്. നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആൻ ആയത് തന്നെയാണ്, സംശയമൊന്നുമില്ല അതിൽ. പക്ഷെ ഒരർത്ഥത്തിൽ, ഒരു തലത്തിൽ അൽഹംദു ആണ് ഖുർആന്റെ സ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റും. ഈ അൽഹംദു എന്ന് പറഞ്ഞ ആ വാക്ക് പ്രപഞ്ചത്തിന്റെ അള്ളാഹുവിന്റെ കലാമിന്റെ ഒരു ബേസ് സ്ട്രക്ചറാണ്. ആ വാക്ക് എന്നാണ് ഹംദ് എന്നുള്ള വാക്ക് എന്നാണ് ഹമദ മുഹമ്മദ് വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബി തങ്ങളുടെ കാലത്ത് തന്നെ പ്രധാനപ്പെട്ട വലിയൊരു കവിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരും ഒരു കവിതയിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് മഹ്മൂദ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പേരാണ് മഹ്മൂദ്. മഹ്മൂദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവെന്നുള്ളതാണ്.
ഈ മഹ്മൂദ് എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അതേ ഒരു, നമ്മൾ ഗ്രാമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ അതേ ഒരു റൂട്ടിൽ കിടക്കുന്ന മറ്റൊരു വാക്കാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. ഷഖ മിൻ ഇസ്മിഹി ലിയുജില്ലഹു എന്ന് ഹസാൻ ഇബ്നു സാബിത്ത് എന്നവർ പാടിയിട്ടുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്വന്തം പേരിന്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പേര് കൊടുത്തിട്ടുള്ളത്, ആദരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഒരു സംസാരം നമുക്ക് കവിതയിൽ കാണാൻ പറ്റും, പണ്ട് കാല കവിതയിലൊക്കെ കാണാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹംദ് എന്നുള്ള വാക്കിന് വേറെ ഒരുപാട് ഗ്രേറ്റ്നെസ്സുകൾ ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ, ഹംദ് നമ്മൾ പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ ഒരുപാട് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്ത്യനാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥാനപ്പേരാണ് മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്നത്. ഈ മഖാമുൻ മഹ്മൂദ് എന്നുള്ളതിലെ ഹംദ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരു പ്രാധാന്യം അവിടെ കാണിക്കുന്നുണ്ട്. നബി തങ്ങൾ അന്ന് പിടിക്കുന്ന കൊടിയുടെ പേര് ലിവാ ഉൽ ഹംദ് എന്നായിരിക്കും. അന്ന് പിടിക്കുന്ന കൊടിയുടെ പേര് ലിവാ ഉൽ ഹംദ് ആണ്. ആളുകൾക്ക് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ബേജാറായി നിൽക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വന്നു ചേരുന്ന കൊടിയുടെ പേര് ലിവാ ഉൽ ഹംദ് എന്നാണ്. അതുപോലെ തന്നെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക്, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് അംഗീകരിച്ചു കൊടുക്കുന്ന സമയത്ത് നബി തങ്ങൾ ഒരു ഹംദ് ഗീതം പാടുന്നതാണ് നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഹംദ് എന്നുള്ള വാക്കിന്, ഹമദ എന്നുള്ള വാക്കിന് ഒരുപാട് മീനിങ്ങുകൾ ആ അർത്ഥത്തിലുണ്ട്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം ഈ മുഹമ്മദ് എന്നുള്ള പേരിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് സൂഫി ദർശനങ്ങളിൽ പറയുന്ന ഒരു വർത്താനാണ്. ഈ സൂഫി ദർശനങ്ങളില്, തസവൂഫിന്റെ ദർശനങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളോടുള്ള ഇഷ്ടത്തിന്റെ അങ്ങേയറ്റം എന്നൊക്കെയുള്ള രൂപത്തിൽ സംസാരിക്കുമ്പോൾ പറയുമ്പോഴൊക്കെ നമ്മൾ മുഹമ്മദ് എന്ന് പറയുന്ന കാലിഗ്രഫി പലപ്പോഴായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂഫി ദർശനങ്ങൾ പറയുന്നത് ഈ മുഹമ്മദ് എന്നുള്ള വാക്ക് എഴുതി വെക്കുമ്പോൾ അതിന്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഇങ്ങനെ സുജൂദിൽ കിടക്കുന്ന പോലെയാണ് ആ നെയിമിന്റെ ഒരു സ്ട്രക്ചർ ഉള്ളതെന്നാണ് അറബിക് കാലിഗ്രഫിയിൽ നമ്മൾ സൂഫി ദർശനങ്ങൾ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, മുഹമ്മദ് എഴുതുമ്പോൾ ആ മുഹമ്മദിന്റെ ഫസ്റ്റ് മീം, ആ മീമിന്റെ വട്ടം അതൊരു തല പോലെ, പിന്നെ ആ മീമിന്റെ വാല് ഒരു കഴുത്ത്, പിന്നെ ഹ എന്ന് പറഞ്ഞത് കുറച്ച് പൊങ്ങിയിട്ടല്ലേ, നമ്മൾ നിസ്കാരത്തിലൊക്കെ കൈ ഇങ്ങനെ സുജൂദിൽ വെക്കുമ്പോൾ കൈ ഇങ്ങനെ പൊക്കി വെക്കല്ലോ, അതുപോലെ ആ കൈ ഭാഗമൊക്കെ ആയിട്ട് ഹ, പിന്നെ ഒരു മീം വരുന്നത് നമ്മുടെ വയറിന്റെ ആ ഭാഗം, ലാസ്റ്റ് ദാല്, അത് രണ്ട് കാലുകളുടെ രൂപത്തിൽ. ഈ രീതിയിലാണ് മുഹമ്മദ് എന്നുള്ള പേര് എഴുതി വെക്കുന്ന അറബിക് കാലിഗ്രഫിറ്റി, അറബിക് എഴുത്ത് രൂപത്തെ സൂഫി ദർശനങ്ങളിലൊക്കെ പല ആളുകളും, ഇബിൻ അറബിയൊക്കെ പോലെയുള്ള, മൻസൂറുൽ ഹൈലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള പല ആളുകളും വിശദീകരിക്കുന്നത് ആൻമരി ഷിമ്മലിന്റെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു മനുഷ്യന് ഇങ്ങനെ സുജൂദിൽ കിടക്കുന്ന രീതിയിൽ തന്നെയാണ് ആ പേരിന്റെ ഒരു കിടപ്പ് തന്നെ എന്നുള്ളത് കാണുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ഹംദ്, ലിവാ ഉൽ ഹംദ്, മഖാമുൽ മഹ്മൂദ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വയ്ക്കുമ്പോൾ മുഹമ്മദ് എന്നുള്ള പേരിന്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ ഒരു മഹത്വം, നമുക്ക് ഒരാൾക്ക്, വലിയൊരാൾക്ക് ഒരു പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ പേരും ഭയങ്കര വലിപ്പമുള്ള ഒരു പേരായിരിക്കണമല്ലോ. അപ്പൊ ഈ പേരിന്റെ വലിപ്പം അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അറബിയിൽ സൂഫിയാക്കളുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിപാടി കൂടെ ഉണ്ട്. ഓരോ വാക്കുകൾക്ക് ഓരോ അർത്ഥം കൽപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മുഹമ്മദ് എന്നുള്ള പേരിൽ 4 അക്ഷരങ്ങളാണ്. ഒന്ന് മീമാണ്, രണ്ടാമത്തത് ഹ ആണ്, മൂന്നാമത്തത് മീമാണ്, നാലാമത്തത് ദാലാണ്. ഈ ഒന്നാമത്തെ മീമിന് മജിദ്, അതൊരു ഷോർട്ട് ഫോം പോലെയൊക്കെയാണ് പലപ്പോഴും കാണാം. മജിദ് എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളത്, വലിയ മഹത്വമുള്ളൊരു മഹത്വം എന്നുള്ള അർത്ഥമാണ് ഒന്നാമത്തെ മീമിന്. രണ്ടാമത്തെ മീമിന് റഹ്മത്ത് എന്നാണ് പേര് കൽപ്പിക്കുന്നത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തെ മൊത്തം അനുഗ്രഹമായിട്ടാണെന്നുള്ളതാണ്. മൂന്നാമത്തെ മീം എന്ന് പറഞ്ഞാല് മുൽക്ക് എന്നുള്ളതാണ്, അതായത് അധികാരം, എല്ലാത്തിനെയും അടക്കി വാഴാനുള്ള ഒരു ശേഷി എന്നുള്ള കാര്യമാണ്. നാലാമത്തെ ദാലിന് ദവാം, നിത്യത എന്നൊക്കെയുള്ള അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയാ, ഈ നെയിമിനെ കുറിച്ചുള്ള ഒരു ഗവേഷണം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഓരോരോ വിഭാഗങ്ങളിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതേപോലെ ഒരു പേരിന്റെ ഷോർട്ട് ഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളും 2-3 പേരുകൾ ഇനി നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഈ മുഹമ്മദ് എന്നുള്ള പേരിന്റെ പ്രധാനപ്പെട്ട കുറെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ കുറെ അധികം ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ ഉള്ളിൽ എ.പി. കുഞ്ഞാമ സാഹിബ് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, ആൻമേരി ഷിമ്മലിന്റെ പുസ്തകം ഞാൻ മുമ്പ് വായിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഞാൻ കുറച്ച് മുന്നേ വായിച്ച് വല്ലാതെ വണ്ടർ അടിച്ചുള്ള പുസ്തകമാണ്. അപ്പൊ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കവിതകളുടെ
കുറച്ച് പദ്യങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കുന്നുണ്ട്. കുഞ്ഞാമ സാഹിബ് അത് വളരെ രസകരമായിട്ട് മലയാളത്തിൽ അത് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെ ഇതിന്റെ അർത്ഥങ്ങൾ ഇനി കുറച്ചുകൂടെ ഇങ്ങനെ കയറി പറയാൻ വേണ്ടി നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പേരിൽ നിന്ന് കൊടുത്തൊരു സാധനമാണെന്ന് പറഞ്ഞു. മഹ്മൂദ് എന്ന അള്ളാഹുവിന്റെ പേരിൽ നിന്നാണ് മുഹമ്മദ് എന്നുള്ള പേരിന്റെ ഒരു ഉരുത്തിരിവ് ഉണ്ടാവുന്നത്. ഇതേ കാര്യം നമ്മൾക്ക് പിന്നെ അലം നശ്റ സൂറത്തിൽ കാണാൻ പറ്റും. അലം നശ്റ സൂറത്തിൽ നമുക്ക് ഒരു ആയത്ത് കാണാം, വറഫഅനാ ലക ദിക്റക എന്നാണ് ആയത്തിന്റെ പേര്. ആ ആയത്ത്, ഈ വറഫഅനാ ലക ദിക്റക എന്നുള്ള പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ നോക്കുന്ന സമയത്ത് നബിയെ നിങ്ങളുടെ പേരിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മരണയെ ഞാൻ ഉയർത്തി അതിന്റെ മീനിങ്. അതിന്റെ അർത്ഥം എന്താ? നമ്മളെല്ലാവരും ഷഹാദ് കലിമ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ബേസ് ആണ്. ഈ ഷഹാദ് കലിമ ചെല്ലുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ പേര് എവിടെ പറഞ്ഞാലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ രണ്ടാമതായിട്ട് പറയും. അള്ളാഹുവിന്റെ പേര് എവിടൊക്കെ സ്മരിക്കപ്പെടുന്നുണ്ടോ അത് കഴിഞ്ഞാൽ ഉടനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്മരിക്കപ്പെടുന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു ആശയം അങ്ങനെയാണ്. അപ്പൊ ഈ രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസനായ നബി തങ്ങളുടെ പേര് അള്ളാഹു പരസ്യപ്പെടുത്തി അതങ്ങോട്ട് ആളുകളുടെ ഇടയിൽ പരസ്യമാക്കി മാറ്റി. നിങ്ങളെല്ലാവരും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന അങ്ങനെ കുറെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനപ്പുറത്ത് നബി തങ്ങൾക്ക് വേറെയും കുറച്ച് പേരുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് അഹ്മദ് എന്ന് പറയുന്ന പേര്. അഹ്മദ് എന്നൊരു പേര് പ്രധാനപ്പെട്ട ഒരു പേരാണ്. അഹ്മദ് എന്നുള്ള പേരിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും അതൊരു ബേസ്ലെസ് ഹദീസ് ആണ് എന്നാണ് പറയാം. ബേസ്ലെസ് ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് അത് വെച്ചിട്ട് ഒരു വിശ്വാസം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പിന്തുടരാനോ പറ്റില്ലെങ്കിലും അതിന്റെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഹദീസ് ഏകദേശം എങ്ങനെയാണ്? ഈ ഹദീസിന്റെ ആധികാരികത ഇപ്പോഴും സംശയമാണ്. പക്ഷെ ആൻമേരി ഷിമ്മൽ ആ ഹദീസ് ഉദ്ധരിക്കുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ആ ഹദീസ് ഒരു ഖുദ്സിയായ ഹദീസാണ് എന്നാണ് പറയപ്പെടുന്നത്. അന അഹ്മദ് ബില മീം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് പറയുന്നു, അന അഹ്മദുൻ ബില മീം എന്ന് പറഞ്ഞാൽ മീം ഇല്ലാത്ത അഹ്മദാണ് ഞാൻ എന്നാണ് എന്റെ അർത്ഥം. അഹ്മദ് എന്ന വാക്കിന് മീമ് പോയാൽ ബാക്കി എന്താ ഉണ്ടാവുക? അഹദ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹദാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ ഹദീസ് ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പക്ഷെ അതിന്റെ ആശയം വളരെ മനോഹരമാണ്, കുറച്ചുകൂടി ഒരു പോയറ്റിക് സംഗതിയാണ്. അഹ്മദ് അത് അള്ളാഹ് പറഞ്ഞ പോലെ നമ്മൾ സങ്കല്പിച്ചില്ലെങ്കിലും ഈ ആശയം ഒരു ഭംഗിയുണ്ട്. അഹ്മദ് ബിലാ മീം എന്നുള്ളതില് ആ മീം ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് അഹ്മദാണ്. അപ്പോ ഒരു അഹ്മദ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ ആൾ. അതിന്റെ നേരെ മുകളിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണുള്ളത്. അപ്പൊ സൃഷ്ടികളിൽ ഏറ്റവും മുകളിലുള്ള അഹ്മദ് എന്ന ആ വ്യക്തിയും അല്ലെങ്കിൽ അദ്ദേഹവും പിന്നെ അഹദും തമ്മിലുള്ള വ്യത്യാസം ഒരു മീമ് മാത്രമാണെന്നാണ് പറയാം. അറബി അക്ഷരമാലയിൽ അല്ലെങ്കിൽ അറബി പിന്നെ ഇൽമുൽ ഹുറൂഫ് എന്ന് പറഞ്ഞൊരു വലിയൊരു ശാസ്ത്രശാഖ ഉണ്ട്. അതായത് നിങ്ങളത് ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ ഇൽമുൽ ഹുറൂഫ് അടിച്ചാൽ സാധനം കിട്ടും. ഈ ഇൽമുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അറബിയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അക്കങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് മുമ്പ് നിങ്ങൾ അബ്ജദ്, ഹവ്വസ്, ഹുത്വ, കലമൻ, സഅഫസ്, ഖർഷത്, സഖീദ, വദഅ എന്ന് പറഞ്ഞൊരു ഓർഡറിൽ അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഇങ്ങനെ പ്രത്യേക ഓർഡറിലായിരിക്കും 1 മുതൽ 10 വരെ, പിന്നെ 20, 30, 40 അങ്ങനെ 1000 വരെ നമ്പർ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്തിന് പകരം ആ ഒരു ആയത്തിന്റെ നമ്പർ ആയിട്ട് 786 എന്ന് പൊതുവെ പറയാറില്ലേ? നമ്മൾ ബിസ്മിക്ക് പകരം 786 എന്ന് പറയല്ലേ? ഈ 786 എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഇൽമുൽ ഹുറൂഫിന്റെ ഭാഗമായിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് അനുസരിച്ച് മീം എന്ന് പറഞ്ഞ വേർഡിന്റെ നമ്പർ, അതിന്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 40. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ കാര്യം മനസ്സിലാവും. അപ്പൊ അഹമ്മദിന്റെയും മഹദിന്റെ ഇടക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മീമാണ് 40. എന്താണ് 40 എന്ന് പറഞ്ഞാൽ 40 ശരിക്കും ഒരു പരീക്ഷണ കാലഘട്ടമാണ്. അഹ്മദ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ ആൾ. അഹദ് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹ്. ഈ ഏറ്റവും ഉത്തമനായ പടപ്പിന്റെയും സ്രഷ്ടാവിന്റെയും ഏറ്റവും ഉത്തമനായ സൃഷ്ടിയുടെയും സ്രഷ്ടാവിന്റെ ഇടയിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 40 ആണെന്നുള്ളതാണ്. നബി തങ്ങളുടെ രൂപത്തിന്റെ പ്രായം 40. ബനൂ ഇസ്രായേല് മരുഭൂമിയിൽ കഴിഞ്ഞ കാലഘട്ടം 40. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോലെ യേശു പിന്നെ എന്താ പറയാ പീഡനങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ കാലം 40. ഈ 40-ന് വലിയ കുറെ മഹത്വങ്ങൾ വേറെ ഉണ്ട്.
അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു കൽപ്പനയില്, അതായത് അന അഹദ് അഹമ്മദ് ബിലാബി എന്ന് പറഞ്ഞ ആ ഒരു കൽപ്പനക്കൊരു ഭംഗിയുണ്ട്, രസമുണ്ട്. പിന്നെ ഞാൻ ആവർത്തിക്കുന്നു, അതിന്റെ ആധികാരികത നമ്മൾ വീണ്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ ഈ അഹദ്, അഹ്മദ്, മുഹമ്മദ് ഈ തുടങ്ങിയ പേരുകൾക്ക് അപ്പുറത്തേക്ക് നബി തങ്ങൾക്ക് പിന്നെയും ഒരുപാട് പേരുകൾ കാണാൻ സാധിക്കും. അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പേരുകളാണ് അല്ലെ. 99 പേരുകൾ അള്ളാഹുവിനുണ്ട് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ 99 പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വക വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഖുർആനിൽ നിന്ന് കണ്ടെത്തിയ പേരുകൾ, അല്ലാത്ത പേരുകൾ, അങ്ങനെ ഒരുപാട് പേരുകളായിട്ട് 99ഓളം പേരുകൾ നബി തങ്ങളുടെ പേരിലും നമുക്ക് കാണാൻ പറ്റും. ഈ 99 എന്ന് പറഞ്ഞാല് ഇങ്ങനെ പല കാലങ്ങളിലായിട്ട് അതിങ്ങനെ എന്താ പറയാ ആഡ് ചെയ്ത് വന്നതാണ്. ഇത് നമ്മൾ അസ്മാ ഉൽ ഷരീഫ എന്നാണ് പറയാം. ഈ അസ്മാ ഉൽ ഷരീഫ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇപ്പൊ ഒരുപാട് പേരുകൾ, ഒരുപാട് എണ്ണം. ഈ 99 എന്ന് പറഞ്ഞാൽ പിന്നെ 400 ആയിട്ടുണ്ട്, പിന്നെ അത് 600 ആയിട്ടുണ്ട്, ലാസ്റ്റ് 1000 പേരുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പിന്നെ എന്താ പറയാ വകയിരുത്തപ്പെട്ടിട്ടുണ്ട്. 1000ഓളം പേരുകൾ, ഒരുപാട് പുസ്തകങ്ങൾ, ഇത് റെഫർ ചെയ്യാൻ ഇവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പിന്നെ പല പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ആൻമേരി ഷിമ്മലിന്റെ ഈ പറഞ്ഞ നമ്മുടെ എ പി കുഞ്ഞാബു സാഹിബ് എഴുതിയ പുസ്തകത്തിന് തന്നെ ഈ ചാപ്റ്ററിന്റെ 6ാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും ബാക്കിൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസ് നോക്കി ഒരുപാട് പുസ്തകങ്ങൾ കാണാൻ പറ്റും. ആ പുസ്തകങ്ങളിലൊക്കെ ഈ പറയുന്ന ആയിരക്കണക്കിന് പേരുകൾ, 400 പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെറുതെ ഒരു തോട്ട് വരുന്നുണ്ടോ, എന്തിനാണ് ഇപ്പൊ ഒരാൾക്ക് ഇത്ര പേരുകൾ എന്നുള്ളത്? വെറുതെ ഒരു സംശയം വരുന്നുണ്ടോ? സംശയം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ കല്യാണം കഴിഞ്ഞ ആളുകൾക്കും അല്ലെങ്കിൽ എന്താ പറയാ പ്രണയിക്കുന്ന ആളുകൾക്കൊക്കെയാണ് അത് പെട്ടെന്ന് മനസ്സിലാവുക. അതായത് ഒരാളെ എത്ര പേര് വിളിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ പേര് വിളിച്ചാലും മതിയാവാത്തൊരവസ്ഥ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. സ്നേഹത്തിന്റെ ആഴം കൂടുന്നതിനനുസരിച്ചാണ് അങ്ങനെ ഉണ്ടാവുക. നമ്മൾ എത്ര പേര് ഇപ്പൊ സ്വന്തം പേര് വിളിച്ചു, വിളിപ്പേര് വിളിച്ചു, വീട്ടുകാരെ പേര് വിളിച്ചു, അങ്ങനെയൊക്കെ വിളിച്ചു, പലതും വിളിച്ച്, ഇരട്ടപ്പേരൊക്കെ വിളിച്ച്, എത്ര പിന്നെന്താ പറയാ ഒരുപാട് പിന്നെ അല്ലാത്ത പേരൊക്കെ വിളിച്ച് 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 ഇത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫ്രഷ് ആയ സാധനം പേര് കിട്ടിയിരുന്നെങ്കിൽ, ഓരോ തവണയും ഓരോ പേര് വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ മനുഷ്യന്മാർ ആലോചിക്കുന്ന ഒരു ഘട്ടമുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു പ്രണയിതാക്കളുടെ ഇടയിൽ ഇത്രമാത്രം ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും കൂടുതൽ, എല്ലാവരെക്കാളും കൂടുതൽ, സ്വന്തം നഫ്സിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടേണ്ട, ഒരർത്ഥത്തിൽ പ്രേമിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശരിക്കും മനുഷ്യന്മാരുടെ പേരുകളുടെ എണ്ണം കണ്ടെത്തിയാൽ മതിയാവൂല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് ഈ പേരുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. പിന്നെ മാത്രമല്ല, ഒരുപാട് പേരുണ്ടാകുമ്പോൾ ഉള്ളൊരു സുഖം എന്താ, അതിന്റെ ഒരു താല്പര്യം എന്താ, നമ്മൾക്ക് ഒരാൾക്ക് നമ്മൾ ഒരുപാട് പേര് ഇട്ട് കഴിഞ്ഞാല് നമ്മൾ എന്ത് പേര് കേൾക്കുമ്പോൾ നമുക്ക് അയാൾ ഓർമ്മ വരും. നമുക്ക് അഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മ വരുന്നുണ്ട്. നമുക്ക് ഹാദി എന്ന് കേൾക്കുമ്പോൾ നബി തങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ ഏതായാലും ഓർമ്മ വരുന്നുണ്ട്. മക്കി, മദനി, ഹാഷിമി, മുത്തലിബി, അബുൽ ഖാസിം, ഇങ്ങനെയുള്ള എന്തൊക്കെ പേര് എവിടെ കേൾക്കുമ്പോൾ അപ്പോഴൊക്കെ ഇതിന്റെ റിമെമ്പറിങ്സ് പോകുന്നത് എങ്ങോട്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് ആ ഓർമ്മ, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിലുള്ള നമ്മളുടെ ഒരു ചിന്ത എത്തുന്നത് അങ്ങോട്ടാണ്. അപ്പൊ പേരുകളുടെ എണ്ണം കൂടാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഓർമ്മ വർദ്ധിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്മരണ വർദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് പേരുകൾ, ഇനി ഈ പേരുകളുടെ കുറച്ച് ഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നബി തങ്ങൾക്ക് 99ഓളം പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ പേരുകളിൽ 2 എണ്ണം ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമായി എടുത്തതാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറയുന്ന റഊഫ്, റഹീം എന്ന് പറയുന്ന 2 പേരുകൾ അള്ളാഹുവിന്റെ പേരുകളാണ്. അള്ളാഹുവിന്റെ പേര് അള്ളാഹു നേരിട്ട് ആര് കൊടുത്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ കൊടുത്ത പേരാണ്. അഹ്മദ് എന്നുള്ള പേര് ഖുർആനിൽ പരാമർശിച്ച പേരാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുബശ്ശിറൻ ബി റസൂലിൻ യഅതി ബഅദ, ആയത്ത് ശരി കൃത്യം എനിക്ക് ഓർമ്മയില്ല. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകന്റെ പേരിൽ ബനൂ ഇസ്രായേലിയർക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അവിടെ ഇസ്മുഹു അഹ്മദ് എന്ന് വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. ഇനി ഇതല്ലാതെ വേറെയും കുറച്ച് പേരുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. ചെറിയ അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഖുർആനിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ത്വാഹ, അല്ലെങ്കിൽ യാസീൻ, ഹാമീം എന്നൊക്കെ. ഈ പറയുന്ന അക്ഷരങ്ങൾ ത്വാഹ, യാസീൻ, ഹാമീം ഒക്കെ നമ്മൾ എപ്പോഴും തഫ്സീറിൽ പറയുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ പറയാനുള്ളത് അതിന്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാം. ശരിക്കും അങ്ങനെ തന്നെയാണ്. ആ അർത്ഥങ്ങളുടെ ആ അക്ഷരങ്ങളുടെ മായന ശരിക്കും അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ വളരെ വിശാരദന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, വലിയ വലിയ സ്വഹാബത്ത്, അതുപോലെ തന്നെ മുഫ്സിരിങ്ങളൊക്കെ അവർക്ക് കിട്ടുന്ന അവരുടെ ഒരു മനനസിദ്ധിക്ക് അനുസരിച്ച്, അവരുടെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ച് അതിനെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ കണ്ടെത്തി ത്വഹ എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളെ കുറിച്ചാണ് നല്ലതാണ്. ത്വഹ
ത്വ എന്ന് പറഞ്ഞ ത്വാഹിർ, ഹ എന്ന് പറഞ്ഞ ഹാദി. ഈ രണ്ടക്ഷരങ്ങൾ നമ്മൾ ഷോർട്ട് ഫോം പറയാറുണ്ടല്ലോ പലപ്പോഴും. ആ രീതിയിലാണ് ത്വഹ, അത് നബി തങ്ങളുടെ പേരാണ് എന്ന് അങ്ങനെ മുഫസ്സിരിങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ത്വാഹ ത്വാഹ എന്ന് പേരിടാൻ കാരണം. നബി തങ്ങളുടെ പേര് ത്വഹ ത്വഹ എന്നുള്ള പേര് നമ്മൾ ആൾക്കാർക്ക് ഇടുന്നുണ്ടല്ലോ, അതിന്റെ ബേസ് അതാണ്. യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ് അതിന്റെ മീനിങ് എന്നാണ് അതിന്റെ. യാ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ, അത് വെറും ഇൻസാൻ അല്ല, ഇൻസാൻ കാമിൽ, ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്നുള്ളതാണ് യാ ഇൻസാൻ ബേസ് എന്നുള്ളത് മുഫസ്സിരിങ്ങൾ കണ്ടെത്തുന്നതുകൊണ്ടാണ് നമ്മൾ യാസീൻ എന്നുള്ള പേര്, മുഹമ്മദ് യാസീൻ എന്നൊക്കെ നമ്മൾ പേര് ആൾക്കാർക്ക് ഇടാറുണ്ടല്ലോ. ഹാമീം എന്നുള്ള പേരിനും ഹാമീം എന്നുള്ള ആയത്തിന്റെ ആ രണ്ടക്ഷരങ്ങൾക്കും മുഫസ്സിരിങ്ങൾ അർത്ഥം കണ്ടെത്തുന്നുണ്ട്, സൂഫിയാക്കൾ അർത്ഥം കണ്ടെത്തുന്നുണ്ട്. അത് ഹാമി എന്ന് പറഞ്ഞാല് ഹബീബി മുഹമ്മദ് എന്നുള്ളതാണ്, എന്റെ വളരെ പ്രിയപ്പെട്ട നബി എന്നുള്ള രീതിയിൽ ഹബീബി എന്നുള്ളതാണ് ഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട്. അലിഫ്ലാം മീം എന്നുള്ള വാക്കിലും ശരിക്കും ആ ഒരു കണക്ഷൻ കാണാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മളെപ്പോഴും അലിഫ്ലാം മീമിന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയാമെന്നാണ് നമ്മൾ വെക്കുക. അലിഫ്ലാം മീമിലെ അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്, മീം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഇടയിലുള്ള ലാം എന്ന് പറഞ്ഞാൽ ഒരു ചേർത്ത് നിർത്താനുള്ള, അറബിയിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടി കൂട്ടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫിന്റെ പേരാണ് ലാം എന്നൊരു വായനയും കൂടി ഉണ്ട്. അപ്പൊ അലിഫ്ലാമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ ഒരു ചേർച്ച, ഒരു കണക്ഷൻ എന്നർത്ഥം കൂടെ നൽകപ്പെടുന്നുണ്ട്. അള്ളാഹു ആലം. അപ്പൊ ഈ രീതിയിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ വളരെ വളരെ വിശാലമാണ്. ഇത് മാത്രമല്ല, നബി തങ്ങൾ ജനിച്ചിട്ടുള്ള നാടിന്റെ പേരിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിലൊക്കെ ഹഷിമി, മുത്തലിബി, മക്കി, മദനി, ഇങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് വേറെയും കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ എന്താ പറയാ, ജനിച്ച നാടിന്റെ പേരില്, അതുപോലെ തന്നെ നൽകപ്പെട്ട പേരുകള്, കവികൾ വിളിച്ച പേരുകൾ, ഒരുപാട് കവികൾ. പ്രധാനപ്പെട്ട വേറൊരു ഒരു ചരിത്രം എന്ന് പറഞ്ഞാല്, ഒരു സ്ത്രീയുടെ വീടിന്റെ അടുത്തൂടെ നബി തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നബി തങ്ങൾ അവിടെ ഒരു വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോ പാല് കിട്ടുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ആ വീട്ടില് ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ ആ സ്ത്രീ അവിടുത്തെ ഒരു ആടിന് ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, ഇതാണ് നബി തങ്ങളെ ഇവിടെ, നബി എന്ന് പറയുന്നില്ല കേട്ടോ, മനസ്സിലായിട്ടില്ല, ഇതാണ് ഇവിടെ ഉള്ളത്, ആകെ ഇവിടെ ഉള്ളത്, ഇതിനാണെങ്കിൽ കറവ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ആ ആടിനെ കറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ബർക്കത്ത് ആ ആട്ടിലേക്ക് ഇറക്കിയിട്ട് ആടിനെ കറന്ന് പാലെടുത്തു. അപ്പൊ ഈ സ്ത്രീക്ക് ഭയങ്കര അതിശയായി. അങ്ങനെ ഈ സ്ത്രീ കാര്യങ്ങളൊക്കെ പിന്നെ കഴിഞ്ഞ ശേഷം തിരിച്ചുപോയി. ഈ സ്ത്രീയുടെ ഭർത്താവ് വന്ന സമയത്ത് സ്ത്രീ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നു, ഇവിടെ നമ്മൾ ആടിന്റെ പാല് കറന്നു പറഞ്ഞപ്പോ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കസീമുൻ വസീം എന്നാണ്. അതായത് ഒരു ഭയങ്കര രസത്തില്, ഭയങ്കര കാണാനൊക്കെ ഭയങ്കര ലുക്കുള്ള ഒരാൾ എന്നിട്ട് ഇങ്ങനെ. അപ്പൊ ആ പേര് ആ സ്ത്രീ ഉപയോഗിച്ച പേരാ. ആ പേരും പിന്നെ പിൽക്കാലത്ത് കവികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലുണ്ട്, ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ മുഹമ്മദ്, ഇപ്പൊ ഞാൻ ഈ പേരുകൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞു പോകുന്നില്ല, കാരണം അത് പിന്നെ തീരാത്തൊരു ഏരിയയാണ്. ഇതിലൊരു ഒരു ടൈലന്റും കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ മുഹമ്മദ് എന്നുള്ള പേര് ഒരാൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവും എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ, എന്ന പേരിന്റെ ആ ഒരു എന്താ പറയാ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും ലോകത്ത് മുഹമ്മദ് എന്നുള്ള പേരോ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ നബി തങ്ങളുടെ പേരൊക്കെ മക്കൾക്ക് ഇടുന്നത്. ഈ ഒരു പിന്നെ കവിതയിൽ മുഹമ്മദ് എന്നുള്ള പേര്, കവിയുടെ പേര് ഓർമ്മിക്കുന്നില്ല, മുഹമ്മദ് എന്നുള്ള പേര് ഒരു മകന് ഒരു കവി ഇട്ടു. അത് വലിയൊരു പ്രവാചക പ്രകീർത്തന വലിയൊരു കവിയാണ്. മകനെ പേരിട്ടു. മകന് പിന്നെ രോഗബാധ വന്നപ്പോ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മകന്റെ പേര് മുഹമ്മദ് എന്നാണ്, നബിയെ നിങ്ങളുടെ പേരിട്ട എന്റെ മകൻ ഇങ്ങനെ രോഗബാധയായി കിടക്കുകയാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയപ്പോ ആ കുട്ടിയുടെ അസുഖം മാറി രോഗമുക്തനായി എന്നുള്ളത് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗത്തില് നബി തങ്ങളെ എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് നബി തങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെ വിജനമായിട്ടുള്ള എന്നാൽ അത്ര പിന്നെ ആധികാരികമല്ലാത്തൊരു സോഴ്സിൽ പറയപ്പെടുന്ന അനുസരിച്ച് മഹ്ശറയില് മുഹമ്മദ് എന്ന് പേരുള്ള എല്ലാവരും എണീച്ച് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയപ്പെടും എന്നും ആൻമേരി ഷിമ്മലിന്റെ പുസ്തകത്തില് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ആധികാരികത നമ്മൾ വീണ്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ. ഇനി മുഹമ്മദ് എന്നുള്ള ഈ പേര് ആളുകൾ പലർക്കും വേണ്ടി ചുട്ടുകൊടുക്കുന്ന സമയത്ത് വലിയൊരു പ്രശ്നം അവിടെ വരുന്നത്, ഒരാൾക്ക് മുഹമ്മദ് എന്നൊരു പേരിട്ടു, പക്ഷെ ആ പേര് ഉള്ള ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യേ, എന്തെങ്കിലും ഒരു പ്രശ്നം കാണിക്കുകയോ വൃത്തികേട് കാണിക്കുകയോ ചെയ്താൽ നമ്മൾ അയാൾ എന്ത് ചെയ്യും? ഒരു മുഹമ്മദ് എന്നുള്ള പേരിട്ട ഒരാൾ എന്തെങ്കിലും കളവ് ചെയ്താൽ നമ്മൾ അയാളെ കള്ളൻ എന്ന് വിളിക്കുള്ളൂ. മുഹമ്മദ് എന്നുള്ള പേരിലുള്ള ഒരു കള്ളൻ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ തന്നെ വലിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഉത്കണ്ഠ, ആശങ്ക ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്.
ഈ ആശങ്ക മറികടക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല വഴികളും കണ്ടെത്തിയിട്ട് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഈ മൊറോക്കോ അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭാഗങ്ങളിലൊക്കെ മുഹമ്മദ് എന്നുള്ള പേരിന്റെ ബർക്കത്ത് വേണം. മീമ് ഹ മീമ് ദാൽ ഈ 4 അക്ഷരങ്ങൾ അവിടെ വേണം. പക്ഷെ മുഹമ്മദ് എന്ന് ശരിക്കും വിളിക്കാൻ പറ്റൂല. കാരണം വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാല് നമ്മള് അതമില്ലാത്ത വാക്കുകൾ കൊണ്ട് 1000 പനിനീര് കൊണ്ട് ഞാൻ എന്റെ വായ കഴുകിയിട്ട് പോലും എനിക്ക് പിന്നെയും നിങ്ങളുടെ പേര് പറയാൻ മടിയാണ് നബിയെ എന്ന് എഴുതിയ വലിയ കവിമാരൊക്കെ ഉണ്ട്. അതായത് 1000 തവണ ഞാൻ എന്റെ വാഴക്ക് കഴുകിയിട്ടും എന്നിട്ട് നബി നിങ്ങളുടെ പേര് ഉച്ചരിക്കാൻ എനിക്ക് പിന്നെ അധിക എന്താണ് അർഹതയുണ്ടോ എന്ന് ചോദിച്ച കവിമാരൊക്കെ ഉണ്ട്. ആ ബേസിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരാള് മുഹമ്മദ് എന്നുള്ള പേരുള്ള ആള് കള്ളനായി കഴിഞ്ഞാൽ അയാള് കള്ളനെ വിളിക്കുമ്പോൾ വലിയൊരു പ്രശ്നമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ആഫ്രിക്കൻ മൊറോക്കൻ കൺട്രീസിലൊക്കെ ഉള്ള അവിടെയൊക്കെയുള്ള പല രീതിയിലുള്ള ആളുകളൊക്കെ മുഹമ്മദ് എന്നുള്ള പേരിന്റെ അക്ഷരങ്ങൾ അവിടെ വെക്കും, പേര് മാറ്റും, മിഹമ്മദ് എന്ന് പറയും, അല്ലെങ്കിൽ മെഹമ്മദ് എന്ന് പറയും, മഹ്മദ് എന്നൊക്കെ പറയും, മുഹമ്മദ് എന്ന് പറയില്ല. അപ്പൊ ഈ രീതിയിൽ ആളുകൾ എന്താക്കിയിട്ടുണ്ട്, നബി തങ്ങളോടുള്ള ആദരവ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പേരൊക്കെ നബി തങ്ങളുടെ പേരിൽ നിന്ന് വന്നതാണെന്നുള്ള ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെറുതെ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ മാത്രമല്ല അവിടെ ഈ മുഹമ്മദ് ഉള്ള പേര് മൊത്തം പറയാതെ എം എന്ന് ചുരുക്കിയിട്ട് ഇപ്പൊ എം കമാൽ, അത് മുഹമ്മദ് കമാൽ എന്നും വായിക്കാം, മുസ്തഫ കമാൽ എന്നും വായിക്കാം. മുസ്തഫയും മുഹമ്മദ് രണ്ടും നബി തങ്ങളുടെ പേരാണ്. അപ്പൊ മുസ്തഫ മുഹമ്മദ് രണ്ട് പേര് ഒരുമിച്ച് പറയാതിരിക്കാൻ വേണ്ടി എം എന്നിട്ട് ഒരു മീമൊക്കെ മാത്രം ഇട്ടുകൊണ്ട് എന്ത് നിങ്ങളുടെ പേര് സൂചിപ്പിക്കുക. ആ പേരിന്റെ ബർക്കത്ത് കിട്ടണം, പക്ഷെ ആ പേര് എന്താക്കാൻ പാടില്ല, അങ്ങനെ വെച്ചിട്ട് അത് പിന്നെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അനാദരിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാണ്. ഞാൻ വെറുതെ ആലോചിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള എന്താണ് മമ്മുണ്ണി, മമ്മാലി, മമ്മൂട്ടി ഇങ്ങനത്തെ പേരുകളൊക്കെ ലോപിച്ചു വന്നതാണ് നമ്മൾ പറയാ. പക്ഷെ ഭാഷാ പണ്ഡിതന്മാർ നമ്മുടെ ഈ സദസ്സിൽ ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അത് പറയണം. ഈ പേരൊക്കെ അങ്ങനെ ഒരു ആദര സൂചകമായിട്ട് ആളുകൾ അങ്ങനെ ചുരുക്കി വിളിച്ചത് തന്നെയാണോന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ പുസ്തകത്തിൽ ഒരുപാട് കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നബി തങ്ങളുടെ പേരുകൾക്ക് വലിയ വലിയ പോവാ. നബി തങ്ങളുടെ പേര് ഹാഷി, മാഹി, ഹാഷിർ, മാഹി ഇങ്ങനത്തെ പേരൊക്കെ നബി തങ്ങൾ സ്വന്തം പറഞ്ഞ പേരാ. എനിക്ക് 5 പേരുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് അഹമ്മദ് ആണ്, രണ്ടാമത്തത് മുഹമ്മദ് ആണ്, മൂന്നാമത്തത് മാഹി എന്നാണ്, പിന്നെ ഒന്ന് ഹാഷിർ എന്നാണ്, ആക്കിബ് എന്നാണ്. നബി സ്വന്തം പേരുകൾ പറയുന്ന ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ പറ്റും. അപ്പൊ പേരുകൾ അന്വേഷിക്കുക, അതിന്റെ അർത്ഥങ്ങൾ കാണാം. ഓരോ അർത്ഥങ്ങൾക്കും ഇപ്പൊ നബി തങ്ങളുടെ പേരുകൾ അസ്മാഉ ഷരീഫ് ഉരുവിട്ട് കഴിഞ്ഞാൽ, എല്ലാ രാത്രിയും രാവിലെ ഉരുവിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾ ഓർക്കപ്പെടുന്നു, കാവലുണ്ടാവുന്നൊക്കെ പറയുന്ന ജവാഹിറുൽ ഔലിയ പോലുള്ള പുസ്തകങ്ങളുണ്ട്, അങ്ങനത്തെ കിതാബുകളിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മളിപ്പോ റബീഉൽ അവ്വലിൽ ഈ ഒരു ടോപ്പിക് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നമ്മൾ മുമ്പൊക്കെ മദ്രസയിലൊക്കെ പാടുന്ന അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പാടുമ്പോഴൊക്കെ കവിതകളിലൊക്കെ ഇഷ്ടം പോലെ പേരുകൾ, മുസ്തഫ, മുഹമ്മദ്, മുബഷിർ, മുനീർ, അങ്ങനെയൊക്കെ ഒരു പാട്ട് നമ്മൾ മുമ്പ് പാടിയ ഒരു ഓർമ്മയുണ്ട്. അതുപോലെ ബുർദയില് പിന്നെ നമ്മള് മൗലിദുകളിലൊക്കെ അവസാനം ചെല്ലുമ്പോ ഇമാം അൽ ഖിബ്ലത്തൈനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജദ്ദുൽ ഹുസൈനി വൽ ഹസനി വൽ ഹുസൈനി ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ ലോകത്ത് ഇത്രയും കൂടുതൽ ആദരിക്കപ്പെട്ട അല്ലെങ്കിൽ പേര് വിളിക്കപ്പെട്ട മറ്റൊരു മനുഷ്യനുണ്ടോ എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. അത്രയും ആളുകൾ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത്രയും ആളുകൾ തങ്ങളുടെ പേരിനോട് നബി തങ്ങളുടെ പേരുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര ഇതിലും വലിയൊരു സ്നേഹം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ പോവാണെങ്കിൽ അവിടെയൊക്കെ പാകിസ്ഥാനിലൊക്കെ ഉള്ള ഭാഗത്ത് റസൂൽ ബക്ഷ്, നബി ബക്ഷ് എന്നൊക്കെ ഉള്ള പേരൊക്കെ ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നബി തങ്ങളോട് കുട്ടികൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് നബി തങ്ങളോട് ആവലാതി ബോധിപ്പിച്ച് അങ്ങനെ ഉണ്ടായ ഒരു കുട്ടിയാണെന്നുള്ളത് പേരിൽ തന്നെ കാണിക്കുക. നബി ബക്ഷ് എന്ന് പറഞ്ഞിട്ട് ഗുലാം, റസൂൽ, എന്താണ് അങ്ങനെ ഒരുപാട് പേരുകൾ കാണാൻ പറ്റും. അപ്പൊ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഈ രീതിയിലുള്ള വലിയ ബൃഹത്തായ രീതിയിലുള്ള ചർച്ചകളാണ് ഈ പുസ്തകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് 6-ാം അധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നബി തങ്ങളുടെ ആന്തരികമായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങളിലേക്കാണ് പുസ്തകം അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകാൻ പോകുന്നത്. നബി തങ്ങളുടെ പ്രകാശം, ആധ്യാത്മിക പാരമ്പര്യം എന്നുള്ളതാണ് നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പൊ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കുറച്ചുകൂടി ഒരു സൂഫി തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക തലത്തിലേക്ക് പുസ്തകം കയറുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഈ 6-ാമത്തെ ചാപ്റ്റർ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത്രയും നേരം ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയാണ്.